അമൽ, ഇന്ന് നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ലീഗ് നോക്കൂ, അവർ 5 മന്ത്രിസ്ഥാനം, അതിൽ ആരൊക്കെ, അത് മാത്രമല്ല വകുപ്പുകൾ പോലും തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് തീരുമാനിച്ചോ 5 മന്ത്രിസ്ഥാനം നൽകുമെന്ന കാര്യം? കാരണം പണ്ട് നൽകിയപ്പോൾ ഉള്ള MLA മാരല്ല കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്, 63 സ്വന്തമായിട്ടുണ്ട്. കോൺഗ്രസ് പക്ഷേ അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കണ്ടോൺമെന്റ് ഹൗസിൽ. മുഖ്യമന്ത്രി എവിടേക്ക് എത്തേണ്ടതുണ്ട്, ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. അങ്ങനെ വന്നതിന് ശേഷം നടക്കുന്ന ഒരു യോഗത്തിൽ മാത്രമേ 4 അതോ 5 എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. മറ്റൊരു സാധ്യത കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സ്പീക്കർ സ്ഥാനം കൂടി ലീഗിന് നൽകാനുള്ള ചില ആലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ലീഗിന് വീണ്ടും ഒരു സ്പീക്കർ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. നിലവിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 3 പേര് മാത്രമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ലീഗിന്റെ പ്രതിനിധികളായി എത്തിയിട്ടുള്ളൂ. അങ്ങനെ സഭ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം നൽകുമോ, ലീഗിന് വിട്ടുകൊടുക്കുമോ കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. എന്തായാലും 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം, ഈ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. ലീഗിന്റെ ആലോചനയെല്ലാം പുരോഗമിക്കുന്നു. ലീഗിന് തീരുമാനമെടുക്കാൻ CPM-ന്റെ ഒക്കെ തീരുമാനം വരുന്നത് പോലെയാണ്. വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കേഡർ സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ്. അതിനാൽ ലീഗിന് അങ്ങനെ വേഗത്തിൽ നടക്കും. പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ച ഇന്നിപ്പോൾ ആരംഭിക്കുമ്പോൾ അത് എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. VD സതീശന്റെ മനസ്സിൽ ആരുടെയൊക്കെ പേരുകളുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ചില ആളുകളെ ഉറപ്പായും നിർദ്ദേശിക്കും. മാത്രമല്ല KCക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതിരുന്നതിനാൽ തന്നെ KC ക്യാമ്പിന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള പറഞ്ഞല്ലോ അമൽ. നേരത്തെ സ്പീക്കർ സ്ഥാനം ഒരുപക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം നൽകിയേക്കുമെന്ന് കേട്ടിരുന്നു. അപ്പോൾ ആ തീരുമാനം മാറ്റി തിരുവഞ്ചൂർ മന്ത്രിസഭയിലേക്ക് വരുമോ? തിരുവഞ്ചൂർ സ്പീക്കർ ആകണമെന്നുള്ളൊരു ആഗ്രഹം വലിയൊരു വിഭാഗം കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ട്. കാരണം പക്ഷേ തിരുവഞ്ചൂരിന് മന്ത്രിയാകാനായിരിക്കും ഒരുപക്ഷെ കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നു. തിരുവഞ്ചൂർ ആ വിഷയത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. എല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് തിരുവഞ്ചൂരിനോട് സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നത്. തിരുവഞ്ചൂർ സ്പീക്കറായിരുന്നാൽ നന്നാകും എന്നുള്ളതാണ് മിക്ക കോൺഗ്രസ്സുകാരും പറയുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഈ സഭാ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുന്നത് തിരുവഞ്ചൂർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവഞ്ചൂർ സംസാരിക്കാനായി എണീക്കുമ്പോൾ സ്പീക്കറെ അടക്കം, ഷംസീർ അടക്കം സ്പീക്കറായിരുന്ന സമയത്തടക്കം അല്ലെങ്കിൽ രാജേഷ് സ്പീക്കറായിരുന്ന സമയത്തടക്കം താരതമ്യേന തിരുവഞ്ചൂരിന്റെ നിയമസഭയിലെ പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ പറഞ്ഞ് തിരുവഞ്ചൂർ ഇങ്ങനെ സ്പീക്കറെ അടക്കം പ്രതിരോധിക്കുന്നത്, കഴിഞ്ഞ സഭയിലെ സ്പീക്കറെ അടക്കം പ്രതിരോധത്തിൽ നിർത്തുന്നത് നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുള്ളതാണ്. അതിനാൽ ഈ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ കൃത്യമായി പറഞ്ഞവതരിപ്പിക്കാൻ കഴിയുന്ന ആ കാര്യങ്ങളെ പറ്റിയെല്ലാം ആഴത്തിൽ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിനാൽ തിരുവഞ്ചൂർ സ്പീക്കറാകട്ടെ എന്നുള്ള ഒരു ധാരണ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ ലീഗുമായി ബന്ധപ്പെട്ടും കൂടി അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ലീഗിന് ഒരുപക്ഷെ 5 മന്ത്രിസ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്പീക്കർ സ്ഥാനം കൂടി നൽകി ആ വിഷയം സെറ്റിൽ ചെയ്യാനുള്ള ഒരു ആലോചന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അന്തിമധാരണയായിട്ടില്ല. മറ്റൊന്ന് കേരള കോൺഗ്രസിന്റെ കാര്യമാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും ഒരു അന്തിമധാരണയിലേക്ക് പോയിട്ടില്ല. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ചോദിക്കുമ്പോഴും ഒന്ന് കൊടുക്കാനുള്ള നിർവാഹമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണം വീണ്ടും കുറയും. 11 എന്നുള്ളത് വീണ്ടും കുറയുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ വന്നാൽ ആകെ കലാപം കോൺഗ്രസിനുണ്ടാകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എത്ര ദിവസം എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ ചർച്ച നീട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ വീണ്ടും കുളമാക്കേണ്ടതില്ല.